അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ നമ്മളൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ടൈറ്റിൽ ഇങ്ങനെയാണ്: ഇയ ജബ്ബാറിനും ഇയാക്കത്ത് അലിക്കും ശേഷം ആരിഫിന്റെ ഷഹാദത്ത് ചൊല്ലൽ ചടങ്ങ്. ഇതാണ് നമ്മുടെ ടൈറ്റിൽ. അപ്പോൾ നമുക്കറിയാം, ഇതിനു മുമ്പ് ഇതേപോലെ വെല്ലുവിളിച്ച് വന്ന ആളുകളാണ് ലിയാക്കത്ത്, അതേപോലെ ജബ്ബാർ, ഇപ്പതാ പുതിയതായിട്ട് ആരിഫ് ഹുസൈൻ. ഇവരൊക്കെ ഈ വെല്ലുവിളി നടത്തുമ്പോൾ ആളുകൾ വിചാരിക്കും, അങ്ങോട്ട് തെളിയിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇവർക്ക് ഷഹാദത്ത് ഇവരങ്ങോട്ട് പിറ്റേന്ന് തന്നെ അല്ലെങ്കിൽ അപ്പം തന്നെ ചെല്ലും എന്ന ഒരു ധാരണ നമുക്കാർക്കും ഇല്ലട്ടോ. കാരണം ഇവരുമായിട്ടുള്ള സംവാദങ്ങൾ ഒരുപാട് കഴിഞ്ഞു പോയിട്ടില്ല. ഉദാഹരണത്തിന് ആയക്കടലുമായിട്ട് ബന്ധപ്പെട്ടുള്ള സംവാദം ഒരു 4 കൊല്ലം മുമ്പ് ഇ എ ജബ്ബാറുമായിട്ട് നടന്നിട്ടുണ്ട്, അമ്മ അക്ബർ സാഹിബ്. അതേപോലെ തന്നെ നമുക്കറിയാം, ഈ അടുത്ത് ലിയാഖത്തുമായിട്ട് ഞാൻ തന്നെ ഒരു സംവാദം കഴിഞ്ഞിട്ടുണ്ട്. അതിലൊക്കെ കാര്യങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞുകൂടാ, അതൊക്കെ നമുക്ക് വിടാം. അതിന് മുമ്പ് തന്നെ ലിയാഖത്തിൽ എന്നെ വിളിച്ചതായിട്ടും അദ്ദേഹത്തിന്റെ ഒരു ആവശ്യപ്രകാരം ആ ഒരു സംഭവം തെളിയിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഷഹാദത്ത് കൊല്ലാം, ഇപ്പൊ തന്നെ കൊല്ലാം എന്നൊക്കെ പറഞ്ഞ് വീഡിയോ നമ്മുടെ കയ്യിലുണ്ട്. ആദ്യം നമുക്ക് അതൊന്ന് കേൾക്കാം, ഇവരുടെ രണ്ടുപേരുടെയും. എന്നിട്ട് നേരെ ഈ സ്വയം പ്രഖ്യാപിത നുണയന്റെയിലേക്ക് നമുക്ക് കിടക്കാം. പശ്ചാത്തലത്തിൽ മക്കയിൽ വെച്ചാണ് സെയ്ദും സൈനബും തമ്മിലുള്ള വിവാഹം നടന്നതെന്ന് ഷമീർ തെളിയിച്ചാൽ നാളെ ഷഹാദത്തിന് നാളെ ചേട്ടാ നാളെ ചൊല്ലുന്നു, ഇപ്പൊ തന്നെ തെളിയിച്ചു തരാന്നിട്ടാണ് ഞാൻ എടുത്തു കൊടുത്തത്. എന്തായാലും പറ്റില്ല, നമുക്ക് പിന്നെ കണ്ടിട്ടില്ല ആളെ. ഞാൻ അടുത്ത ആളത് കേൾക്കാം. ഉണ്ട് എന്ന് തെളിയിച്ചാൽ ഞാൻ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം പിൻവലിച്ച് ഞാൻ ഷഹാദത്ത് കലിമ ചൊല്ലി ഇസ്ലാമിലേക്ക് വരാൻ തയ്യാറാണ്. ഇതൊരു ചലഞ്ച് നമ്മൾ കുറെ കണ്ടതാണ്, ഇങ്ങനത്തെ ചലഞ്ച് നമ്മൾ കണ്ടതാണ്. പിന്നെ നമ്മളെ വീഡിയോ കാണുന്ന ആളുകളോട് പ്രത്യേകം ശ്രദ്ധിക്കാൻ പറയാൻ, നമ്മൾ ചെയ്യുന്ന വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. യോജിപ്പും വിയോജിപ്പോ ഏത് അഭിപ്രായങ്ങളും നമ്മൾ സ്വീകരിക്കും. അവഹേളനപരമായിട്ടുള്ള കമന്റുകൾ നമ്മൾ അപ്പൊ തന്നെ റിമൂവ് ചെയ്യുന്നതാണ് നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടാൽ. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇതിൽ നമുക്ക് ജനൻ ടിവിയിൽ വെച്ച് ചർച്ച നടന്നതുകൊണ്ട് തന്നെ അവരോടും ചില ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കാനുണ്ട്. അവസാനത്തിലേക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് ഈ വിഷയത്തിലേക്ക് കിടക്കാം. എന്താണ് വിഷയം? ആദ്യം നമുക്ക് ആരിഫ് പറയുന്നത്. ഇത് തെറ്റാണെന്നും ഇത് ലൈഫായ ഹദീസാണെന്നും നിന്ന് തെളിയിച്ചാൽ ഞാൻ ഇവിടെ കലിമ ചെല്ലും. ഓക്കെ, അപ്പൊ എന്താണ് എല്ലാവരും കേൾക്കുമ്പോൾ വിചാരിക്കും ഭയങ്കര എന്തോ സംഭവം കൊണ്ടുവന്നിട്ട് അത് ഇങ്ങോട്ട് തെറ്റാണെന്ന് തെളിയിച്ചാൽ മതി, ലൈഫാണെന്ന് തെളിയിച്ചാൽ മതി, ഓന് അപ്പൊ തന്നെ സാധിച്ചു ചൊല്ലുമെന്നൊക്കെയാണ് എല്ലാവരും ധാരണ. അതൊന്നല്ല നമുക്കറിയാം. കാരണം ഇയാളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഇയാളെടുത്ത് നമ്മൾ എന്ത് കൊണ്ടുവന്നാലും അല്ലെങ്കിൽ ഇയാൾ തന്നെ കൊണ്ടുവരുന്ന കാര്യങ്ങളെ സ്ഥിതി നമ്മൾ പരിശോധിച്ചാണ്. ഇപ്പൊ ഉദാഹരണത്തിന് എന്തായാലും ഇതൊക്കെ വെരിഫൈ ചെയ്ത് തരുന്നുണ്ട്. നമ്മൾ ഇനി എടുത്ത് വീഴ്ചയുള്ളൂ, ബാക്കി നിങ്ങളെ പാടായി നോണയൊക്കെ നമ്മൾ ഇനി ചറപറ പറഞ്ഞു ഒരു വെരിഫിക്കേഷൻ നമ്മൾ നടത്താൻ പോകുന്നില്ല. ഓഹോ, അത് നമുക്കറിയാം. അപ്പൊ അത് ഇദ്ദേഹത്തിന്റെ സ്ഥിതി. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇദ്ദേഹം എന്താണ്, ഇദ്ദേഹത്തിന്റെ വ്യവസ്ഥകൾ, ഇതൊക്കെ നമുക്ക് നോക്കാം. ആദ്യം ഹദീസുമായിട്ട് ബന്ധപ്പെട്ട് ഇദ്ദേഹം എന്താണ് പറയുന്നത് തുടക്കം മുതൽ നമുക്ക് പരിശോധിക്കാം ഇൻഷാ അല്ലാഹ്. അധികം ദീർഘിക്കും ഇത് തന്നെ ഈ വീഡിയോ അവസാനിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതായത് പറയേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞു ഉൾക്കൊള്ളിക്കാൻ ശ്രമിക്കാം ഇൻഷാ അല്ലാഹ്. ഓക്കെ, ഇസ്ലാമിൽ ഭയങ്കരമായ സ്ഥാനം ഇസ്ലാമിന് ഈ സ്ത്രീകൾക്ക് കൊടുക്കുന്നുണ്ടെന്നാ പറയുന്നത്. ഞാൻ അതുകൊണ്ട് എന്തായാലും ഒരു പ്രശ്നം, ഇസ്ലാമിൽ കൃത്യമായിട്ട് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൊടുക്കുന്ന പദവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു പദവി തന്നെയാണ് ഇസ്ലാം കൊടുത്തിട്ടുള്ളത്. എല്ലാം ഒന്നും തെളിയിക്കാൻ ഇതുവരെ ആർക്കും കഴിഞ്ഞിട്ടില്ല. കാരണം സ്ത്രീകളെയും പുരുഷന്മാരെയും അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരേ ഗണത്തിൽ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഒരേ ഗണത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ അടുത്ത് അവർക്ക് എല്ലാവർക്കും ഒരേ പ്രതിഫലമാണ്. ഇപ്പൊ ഉദാഹരണത്തിന് നമുക്കറിയാം, സൂറത്ത് ഗുജറാത്ത് 49-ാം അധ്യായത്തിലെ 13-ാമത്തെ വചനത്തിൽ അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും പ്രിയപ്പെട്ടവർ ഏത് ദൈവഭക്തിയുള്ള ആളുകളാണ്. അത് ആരോട്ടെ, സ്ത്രീ ആവട്ടെ പുരുഷനാവട്ടെ. അതേപോലെ തന്നെ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും അവരുടെ പ്രവർത്തനങ്ങളുടെ ഫലമായി അവകാശങ്ങളുണ്ട് എന്ന് പറഞ്ഞത് ഖുർആനാണ്, സൂറത്ത് നിസായിലെ 32-ാമത്തെ വചനത്തിൽ. അതേപോലെ തന്നെ സ്ത്രീകളോട് നിങ്ങൾ നല്ല രീതിയിൽ പെരുമാറുക എന്ന് പുരുഷന്മാരോട് പറഞ്ഞതായിട്ട് സൂറത്ത് നിസായിലെ 19-ാമത്തെ ആയത്തിൽ കാണാൻ കഴിയും. അതേപോലെ തന്നെ ഹദീസിൽ സുനൻ തിർമിദി ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായിട്ട് 1162-ാമത്തെ ഹദീസിൽ പറയുന്നത് കാണാം. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളിൽ ഏറ്റവും ഉത്തമനായ ഒരാള് ആരാണ്? തന്റെ ഭാര്യയോട് നല്ല രീതിയിൽ പെരുമാറണം. അതേപോലെ തന്നെ മാതാവിന്റെ സ്ഥാനം നമുക്ക് സഹീൽ ബുഖാരിയിൽ 59-71 ഹദീസ് നമ്പറിൽ കാണാം. ഒരു സഹാബി ചോദിച്ചു, എന്താണ് ഏറ്റവും വലിയ പ്രഥമ പരിഗണന നമ്മൾ ആർക്കാണ് കൊടുക്കേണ്ടത്? അത് അള്ളാഹുവിന്റെ റസൂലിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിന്റെ ഉമ്മക്കാണ്. അതേപോലെ 3 പ്രാവശ്യം പറഞ്ഞു, നിന്റെ ഉമ്മക്കാണ്. അങ്ങനെ ഇതുപോലെ തന്നെ ഒരുപാട്
സ്ത്രീകളെ ഉയർന്ന പദവിയിലേക്ക് എത്തിച്ചതായിട്ടും അവരെ കൃത്യമായിട്ട് പരിഗണന, അതുപോലെ തന്നെ അവരോട് നല്ല രീതിയിൽ വർത്തിക്കണമെന്നും അതേപോലെ തന്നെ അവരോട് ബഹുമാനം കാണിക്കണമെന്നും കാരുണ്യം കാണിക്കണമെന്നും ഇതൊക്കെ കൃത്യമായിട്ട് പറയുന്ന ഒരു മതം ഇസ്ലാം അല്ലാതെ മറ്റൊരു ഇതര മതം പോയിട്ട് നിങ്ങളുടെ ഈ പറഞ്ഞ സ്വതന്ത്ര ചിന്തയിൽ പോലും കാണാൻ കഴിയില്ല എന്നുള്ളതാണ് അതിന്റെ പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും. ഇനി നമുക്ക് അടുത്ത വിഷയത്തിലേക്ക് കിടക്കാം. ഈ കാര്യം ഞാൻ പറഞ്ഞു. ഇനി അടുത്ത ഒരു സംശയം ചോദിക്കുകയാണ്. ഇസ്ലാമിൽ നിസ്കാരം മുറിയുന്ന 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഓക്കെ, നിസ്കാരം മുറിയുന്ന 3 കാര്യങ്ങളൊന്നുമല്ല, ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്തായാലും പറയും. അതായത് ഒരു വ്യക്തി നിന്ന് നിസ്കരിക്കുന്ന സമയത്ത് അയാളുടെ മുന്നിലൂടെ 3 സാധനങ്ങൾ കടന്നു പോകുമ്പോൾ നിസ്കാരം മുറിയും. അതിൽ ഒന്നാമത്തേത് കഴുതയാണ്, രണ്ടാമത്തേത് പട്ടിയാണ്, മൂന്നാമത്തേത് എന്താണെന്ന് പറഞ്ഞുതരും. സ്ത്രീയല്ലേ, നമുക്കറിയാം. അതന്നെ ഹദീസ് നമ്പർ 511, അതേപോലെ തന്നെ സഹീഹ് മുസ്ലിമിൽ ഇതേ ഹദീസ് ഉണ്ട്. അതല്ലേ സംഭവം, നമുക്കറിയാം. ഇതാണല്ലോ തെറ്റാണെന്ന് തെളിയിക്കണം, അല്ലെങ്കിൽ ഇത് ദഈഫാണെന്ന് തെളിയിക്കണം എന്നൊക്കെ പറയും. ഇത് ദഈഫാണെന്നോ തെറ്റാണെന്നോ എന്നൊന്നും തെളിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഈ പറഞ്ഞത് എന്താ, സ്ത്രീകളെ ബഹുമാനിക്കുന്നില്ല, സ്ത്രീ വിരുദ്ധതയാണ് ഇസ്ലാം പറയുന്നത് എന്നുള്ളതിന് തെളിവായിട്ടാണല്ലോ നിങ്ങൾ ഈ ഹദീസ് കൊണ്ടുവന്നത്. അതല്ല എന്ന് നമ്മൾ തെളിയിച്ചു തരാം. ഈ ഹദീസ് നിങ്ങൾക്ക് വേണ്ടി, നിങ്ങൾ ഷഹാദത്ത് എല്ലാം വേണ്ടിയിട്ട് ഈ ഹദീസ് ലൈഫ് ആക്കേണ്ട ആവശ്യമൊന്നും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇല്ല എന്നുള്ളതാണ്. അപ്പം എന്തായാലും ഹദീസ് എന്താണ് പിന്നെ പറയുന്നത്? നിങ്ങൾ പറഞ്ഞുതരൂ. നിങ്ങൾ മതം പഠിച്ച, നിങ്ങൾ മുസ്ലിം ലീഗിന്റെ ഇസ്ലാമിനെ പ്രതിനിധീകരിക്കുന്ന, മുസ്ലിങ്ങളെ രക്ഷിക്കാൻ വേണ്ടി നടക്കുന്ന മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടിയുടെ പ്രധാനപ്പെട്ട വ്യക്തി, നിങ്ങൾക്ക് എന്നെക്കാളും മതം അറിയാമെന്ന് നിങ്ങൾ പറയുന്നു, എനിക്ക് മതം അറിയില്ല എന്ന് നിങ്ങൾ പറയുന്നു. നിങ്ങൾ പറഞ്ഞുതരൂ. 1 പട്ടി, 2 കഴുത, മൂന്നാമത്തേത് എന്താണെന്ന് പറഞ്ഞുതരൂ. ഓക്കെ, അപ്പൊ ഇത് ഒരു എന്താ പറയാ, ഒരു മുസ്ലിം ലീഗിന്റെ പ്രവർത്തകനാണെന്ന് തോന്നുന്നു. അദ്ദേഹമായിട്ടും അതേപോലെ RV ബാബു, അതേപോലെ മറ്റു ആളുകളൊക്കെ ഉണ്ട്. ആകെ ഈ മുസ്ലിം ലീഗിന്റെ ആളാണെന്ന് തോന്നുന്നുണ്ട്. ഇസ്ലാമിനെ പ്രതികരിച്ചല്ല, അത് ഒരു രാഷ്ട്രീയ പാർട്ടിയെ പ്രതികരിച്ചാണ് ആ വിഷയത്തിലേക്ക് കടന്നു വരുന്നതെന്ന് ഞാൻ മനസ്സിലാക്കും. എന്താവട്ടെ, അപ്പൊ ഇവിടെ നമുക്ക് പറയാനുള്ളത് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് സ്ത്രീകളെ ഏകെത്തുന്ന ഒരു സംഭവമേ അല്ല എന്നുള്ളതാണ് ഒന്നാമതായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ ഇവരുടെ ഈ പറഞ്ഞ പട്ടി, കഴുത, അതേപോലെ സ്ത്രീ, അപ്പൊ ഇവരുടെ കൂട്ടത്തിൽ, അതായത് പട്ടിയുടെയും കഴുതയുടെയും കൂട്ടത്തിലാണ് സ്ത്രീകളെ എണ്ണി പറഞ്ഞത് എന്നുള്ളതാണ് ഇദ്ദേഹത്തിന്റെ മെയിൻ ആയിട്ടുള്ള പ്രശ്നം. അങ്ങനെയാണ് ഇദ്ദേഹം പറയുന്നത് എന്ത്, ഇത് ഒരു സ്ത്രീ വിരുദ്ധമായിട്ടുള്ള കാര്യമാണ്, ഇസ്ലാം മൊത്തത്തിൽ സ്ത്രീ വിരുദ്ധതയാണ് എന്നുള്ളതിന്റെ ഒരു ഉദാഹരണമായിട്ട് ഈ സംഭവം എടുത്തുകൊണ്ടിരുന്നു. എന്തായാലും നമുക്ക് ഈ അടുത്ത് നമുക്കറിയാം COVID-19 ആ സമയത്ത് സർക്കാർ ഒരു സർക്കുലർ പുറത്തിറക്കി. ആ സർക്കുലർ ഇങ്ങനെയാണ് ഇപ്പോൾ പറയുന്നത്: പ്രത്യേക സംരക്ഷണം നൽകുന്നവരുടെ ഒരു പട്ടിക പ്രകാരം കാണാം. കുട്ടികൾ, അതേപോലെ അംഗപരിമിതർ, വികലാംഗർ, അതേപോലെയുള്ള ആളുകൾ, പിന്നെ മാനസിക രോഗികൾ, സ്ത്രീകൾ എന്നൊക്കെയാണ് ഇവരെന്ത് ചെയ്യണം, പ്രത്യേകം പരിഗണിക്കണം എന്നാണ് ഈ സർക്കുലർ പറയുന്നത്. അപ്പൊ ഇതുപോലെയുള്ള ആളുകൾ എടുത്തിട്ട് വരികയാണ് സ്ത്രീകളെ മാനസിക രോഗികളുടെ കൂട്ടത്തിൽ എണ്ണി പറഞ്ഞു. എത്ര വലിയ സ്ത്രീ വിരുദ്ധത എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും ഒരു ക്യാമ്പയിൻ നടത്തിയതായിട്ടോ ഒരു പ്രതിഷേധം നടത്തിയതായിട്ടോ നമുക്കറിയില്ല. കാരണം എന്താ, എല്ലാവരും ഒരേ കണ്ണിലൂടെയാണ് ഈ കാര്യങ്ങൾ കാണുന്നത്. അതേ സ്ഥാനത്ത് അതേ ഒരു സംഭവം, ഈ ഒരു പെർട്ടിക്കുലർ സംഭവം ഇവിടെ പറയുമ്പോൾ ഈ സ്ത്രീയെ ഇതിൽ ഉൾപ്പെടുത്തി എന്നുള്ളത് കൊണ്ട് അത് സ്ത്രീ വിരുദ്ധത ആവുന്നത് എങ്ങനെയെന്നാണ് നമുക്ക് മനസ്സിലാവാത്തത്. എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഈ സോഫ്റ്റ്വെയറിന്റെ പ്രശ്നമാണ്. സോഫ്റ്റ്വെയർ ശരിയല്ലെങ്കിൽ ഇങ്ങനെ പലതും തോന്നും. കാരണം ഈ രവിചന്ദ്രന്റെ സോഫ്റ്റ്വെയർ ഫിറ്റ് ചെയ്താലുള്ള പ്രശ്നമാണിത്. കാരണം ചെങ്കിസ് ഖാനെ പിടിച്ച് മുസ്ലിം ആക്കുക, അതേപോലെ തന്നെ ബലൂണ് പിടിച്ചിട്ട് നേരെ സ്പേസിലേക്ക് പറക്കുക, ഇങ്ങനത്തെ ഓരോ ആധുനികമായിട്ടുള്ള കണ്ടുപിടുത്തങ്ങൾ നടത്തുന്ന ഇവരുടെ കൂടെ ഇരുന്നിട്ടുള്ള സോഫ്റ്റ്വെയർ ആകുമ്പോഴുള്ള പ്രശ്നമാണ് ഇത് എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. എന്തായാലും നമുക്ക് ആ വിഷയത്തിലേക്ക് ആക്കാം. അബൂ ഹുറൈറ എനിക്ക് പറയുന്ന ഒരു ഹദീസ്, അതായത് സഹീഹ് മുസ്ലിമിലുള്ള ഇതേ ഹദീസ് ഞാൻ ഇതിന്റെ പൂർണ്ണ രൂപം വായിക്കാം. അതായത് അബൂ ഹുറൈറ പറയാണ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്ത്രീയും കഴുതയും നായയും നമസ്കാരം മുറിക്കും. ഒട്ടകക്കട്ടിലിലെ പിന്നിലെ വടി പോലുള്ള ഒന്ന് ഉണ്ടായാൽ അത് തടുക്കാവുന്നതാണ്. അതായത് സ്ത്രീ, അതേപോലെ കഴുത, നായ, ഇവരൊക്കെ നമ്മൾ നമസ്കരിക്കുന്ന സമയത്ത് മുന്നിൽ കൂടെ കടന്നു പോവാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളത് പറയാണത്. ഈ ഹദീസിനെയൊക്കെ വിശദീകരിച്ചുകൊണ്ട് ഇത് സ്ത്രീ വിരുദ്ധതയല്ല എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട്, നിങ്ങൾക്ക് തെളിയിക്കാൻ വേണ്ടിയിട്ടല്ല, നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് വായിക്കുന്നത്. അല്ലാതെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ സോഫ്റ്റ്വെയർ ശരിയായ സോഫ്റ്റ്വെയർ ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. കാരണം പൊതുവെ ഇസ്ലാം സ്ത്രീകളെ ബഹുമാനിക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു, അവരെ ആദരിക്കുന്ന കാര്യവും അവരെ കൃത്യമായിട്ടുള്ള ഓരോ കാര്യങ്ങളും ഞാൻ ചില ഉദാഹരണ സഹിതം ഹദീസുകളിൽ നിന്നും എടുത്തു പറഞ്ഞു. അതിനൊക്കെ ഗണ്ണിക്കാൻ ഇവർക്ക് കഴിയുമോ എന്ന് നോക്കട്ടെ. എന്തായാലും ഇമാം ഖുർത്തുബി ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട്, ഈ ഹദീസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പറയുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതായത് കാരണം തീർച്ചയായും സ്ത്രീ സാന്നിധ്യം പുരുഷ മനസ്സുകളിൽ പ്രലോഭനം ഉണ്ടാക്കും, കൈതയാകട്ടെ ഒച്ചയും ഉണ്ടാക്കും,
ഭയം സൃഷ്ടിക്കുകയും ചെയ്യും. അപ്പോൾ നമസ്കരിക്കുന്ന ചിന്താശേഷിയുള്ള വ്യക്തിയിൽ അവയുടെ സാന്നിധ്യം ആശാകുഴപ്പം സൃഷ്ടിക്കുകയും അവന്റെ നമസ്കാരം മുറിഞ്ഞു പോകുമാറ് കുഴപ്പമുണ്ടാക്കുകയും ചെയ്യും. അപ്പോൾ നമസ്കാരത്തെ ഏകാഗ്രത മുറിച്ചു കളയുന്നതിലേക്ക് കാര്യങ്ങൾ എത്തുന്നത് കൊണ്ടാണ് അവയെ നമസ്കാരം മുറിച്ചു കളയുന്ന കാര്യങ്ങളിൽ ഉൾപ്പെടുത്തിയത്. ഇത് സഹീഹ് മുസ്ലിമിന്റെ വിശദീകരണമായിട്ട് ഇമാം ഖുർത്തുബി ഈ വിഷയം പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ നമസ്കാരത്തെ മുറിക്കലും എന്നാൽ നമസ്കാരത്തിന്റെ ഭയഭക്തിക്ക് ഭംഗം വരുത്തലും എന്നാണ്, അല്ലാതെ നമസ്കാരത്തിൽ നിന്ന് പുറത്താവും എന്നല്ല. അതായത് നമസ്കാരം മൊത്തമായിട്ട് ഇപ്പം ഒരു സ്ത്രീയോ അല്ലെങ്കിൽ ഒരു കൈത അല്ലെങ്കിൽ നായി മുന്നിൽ കൂടെ പോയി എന്നുള്ളത് കൊണ്ട് നമസ്കാരം മാറ്റി നിസ്കരിക്കണം എന്നല്ല ഇതിന് ഉദ്ദേശിക്കുന്നത് എന്ന് ഫതുൽ ബാരി 2/273. അതേപോലെ തന്നെ ഇമാം അഹമ്മദ് ഇതേ വിഷയത്തിന് പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ കഴിയും. നിസ്കരിക്കുന്നതിനിടയിൽ തന്റെ തൊട്ട് മുമ്പിൽ ഒരു നായയോ ഒരു സ്ത്രീയോ നിൽക്കുമ്പോൾ മനസ്സിൽ നമസ്കാരമല്ലാത്ത മറ്റു ചിന്തകൾ കടന്നു വന്നേക്കാം എന്നുള്ളത് കൊണ്ടാണ് ഈ ഹദീസിൽ പ്രവാചകൻ ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത് എന്നാണ്. ഇത് ഫതുൽ ബാരി തന്നെ 2/273 കാണാൻ കഴിയും. അപ്പൊ ഇതാണ് ഈ വിഷയങ്ങളിൽ നമുക്ക് കൃത്യമായിട്ട് ഇത് ഒരു സ്ത്രീവിരുദ്ധത അല്ല എന്നുള്ളത്. കാരണം ഈ സോഫ്റ്റ്വെയറിന്റെ പ്രശ്നമാണ്. അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, അപ്പൊ മാനസിക രോഗികളുടെ കൂടെയാണോ ഇത് സ്ത്രീവിരുദ്ധരും സ്ത്രീകളും മനുഷ്യ രോഗങ്ങളും ഒരേ ഗണത്തിലാണോ പെടുത്തിയിരിക്കുന്നതെന്ന് ആരും ചോദിക്കില്ല. കാരണം എന്താണ് ഇത് അങ്ങനെ ചിന്തിക്കുന്നില്ല. അതേ ആളുകളാണ് ഈ കാര്യങ്ങൾ ഇങ്ങനെ ചിന്തിക്കുന്നത് എന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് എന്ത് മനസ്സിലാക്കാം, ഇവർ ഈ കാര്യങ്ങൾ തെറ്റിദ്ധരിപ്പിക്കാനാണ് ഈ ഹദീസുകളും മറ്റും എടുക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. സ്ത്രീകളോട് കൃത്യമായിട്ട് നല്ല രീതിയിൽ തന്നെ പെരുമാറാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ ഹദീസുകളിൽ നിന്നും സുവ്യക്തമായിട്ട് തെളിയുന്ന കാര്യങ്ങളാണ്. അതേപോലെ തന്നെ നിസായിലെ തുടക്കത്തിലുള്ള വചനം, അതേപോലെ തന്നെ ഒരേ ആണിൽ നിന്നും പെണ്ണിൽ നിന്നാണ് നിങ്ങളെ നാം സൃഷ്ടിച്ചിട്ടുള്ളത് എന്നും, അതേപോലെ തന്നെ സ്ത്രീകളോട് മര്യാദപൂർവ്വം പെരുമാറണമെന്നും ഒക്കെ ഇസ്ലാം കൃത്യമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഈ ചർച്ച നടക്കുന്ന സ്ഥലത്ത് ഇരിക്കുന്ന ആർ വി ബാബു അടക്കമുള്ള ജനം ടിവിയിൽ ഇരിക്കുന്ന ആളുകളോട് എനിക്കൊരു 1-2 കാര്യങ്ങൾ മനുസ്മൃതിയിൽ നിന്നും പറയാനുണ്ട്. ഞാൻ പൊതുവെ ഇങ്ങനത്തെ മറ്റു ഇതര വേദഗ്രന്ഥങ്ങൾ എടുത്തിട്ട് ഉദ്ധരിക്കാറില്ല, എന്നാലും ചോദിക്കാം. അതിനുശേഷം സ്ത്രീ സ്വതന്ത്രമാവരുത്, സ്ത്രീയുടെ മനസ്സിൽ ദുഷ്ടത വർദ്ധിച്ചിരിക്കുന്നു, അവർ വിശ്വാസയോഗ്യരല്ല, പിന്നെ ഭർത്താവിനെ പൂജിക്കുന്നതാണ് സ്ത്രീയുടെ ഏറ്റവും വലിയ ധർമ്മം. അത് മനുസ്മൃതിയിൽ 5:154 കാണാൻ കഴിയും. അപ്പൊ സ്ത്രീകൾക്ക് വേദ പഠനത്തിൽ നിന്ന് വിലക്കുണ്ടെന്ന് ചിലരും പറയുന്നുണ്ട്. അപ്പം ഇതൊക്കെ വെച്ചിട്ടുള്ള ആളുകളാണ് എന്ത് സ്ത്രീവിരുദ്ധത, ഇസ്ലാമിൽ സ്ത്രീവിരുദ്ധത തെളിയുന്നത് എന്ന് കാണുമ്പോൾ തന്നെ അത്ഭുതമാണ് തോന്നുന്നത്. കാരണം ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം വളരെ സുന്ദരമായിട്ട് സ്ത്രീകളോട് പെരുമാറേണ്ട രീതിയും മറ്റുമൊക്കെ കൃത്യമായിട്ട് പറഞ്ഞ ഒരു മതമാണ് ഇസ്ലാം. അതിൽ ആർക്കും ഒരു തർക്കമില്ല. അത് കണ്ടിട്ട് തന്നെ ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഒരുപാട് ആളുകളുണ്ട്. ഇപ്പൊ അടുത്ത് തന്നെ ഒരു തമിഴ്നാട്ടിൽ നിന്ന് ഒരു ശബരിമല ഫത്തിമ ശബരിമല അങ്ങനെ എന്തോന്ന് പേര് എനിക്ക് പെട്ടെന്ന് ഓർമ്മയിട്ടില്ല. അവരൊക്കെ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതിന്റെ അവരുടെ ഒരു കാരണം തന്നെ പറയുന്നത് സ്ത്രീകളെ വളരെ വളരെ നല്ല രീതിയിൽ ആദരിക്കുന്ന മതമാണ് ഇസ്ലാം എന്നുള്ളത്. അപ്പൊ ഇവരൊന്നും ഇത് കാണാനല്ല വരുന്നത്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ ഇസ്ലാമിനെ എഴുതി കാണിക്കുക എന്നാണ് ഇവരെ പണി. ആ ആളുകളെ വിളിച്ചിരുത്തിയിട്ട് ജനം ടി വിയിലെ അല്ലാതെ വേറൊരു ടിവിയിലും ഇങ്ങനെ ഒരു ചർച്ച നടത്തൂല എന്നതാണ്. കാരണം അവർക്ക് വേണ്ടത് ഇസ്ലാം വിരുദ്ധത പറയുന്ന ആളുകളെയാണ്. അതുകൊണ്ട് തന്നെ അവരെ ആണ് ഇവരെ എന്ത് ചെയ്യുക, പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുവരിക, അവർക്ക് എന്തെങ്കിലും കൈമടക്ക് കൊണ്ടെടുത്തിട്ട് ചാനലിൽ എത്തിയിട്ട് ചർച്ച ചെയ്യിപ്പിക്കുക. അതാണ് നമുക്ക് ഈ ചാനൽ ചർച്ച ചെയ്യുന്നതൊക്കെ മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ ഇതാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്. അതുപോലെ തന്നെ ഒരു കാര്യം കൂടി പറഞ്ഞു കഴിഞ്ഞാൽ, ഇസ്ലാമില് നിസ്കരിക്കുന്ന സമയത്ത് ഒരാൾ എടുത്തിരുന്നിട്ട് ഖുർആൻ പോലെ ഉറക്കം ഓതാൻ പാടില്ല എന്നാണ്. അതേപോലെ ഒച്ചയിൽ സംസാരിക്കാൻ പാടില്ല, ഒച്ചയിൽ ദിക്ർ ചൊല്ലാൻ പാടില്ല, അതേപോലെ തന്നെ ഒച്ചയിൽ പ്രാർത്ഥന നടത്താൻ പാടില്ല. അയാളുടെ നമസ്കാരത്തിന്റെ ശ്രദ്ധ അത് തെറ്റിപ്പോകും. അത് അള്ളാഹുമായിട്ടുള്ള സംഭാഷണമാണ്. അപ്പൊ അത് തെറ്റിപ്പോവാതിരിക്കാനുള്ള ചില കാര്യങ്ങൾ പറഞ്ഞതിൽ പെട്ട ഒരു കാര്യമാണ് ഈ ഒരു കാര്യം. ഇതെടുത്ത് കൊണ്ടുവന്നിട്ട് ഇസ്ലാം സ്ത്രീവിരുദ്ധത പറയുന്നതെന്നൊക്കെ പറയാൻ കുറച്ചൊന്ന് ഉളുപ്പ് വരാ ഇയാൾക്ക് ഈ തൊലിക്കട്ടി ഉണ്ടാവുള്ളൂ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതൊക്കെ വെരിഫൈ ചെയ്ത് തരുന്നോണ്ട് നമ്മൾ ഇനി എടുത്ത് വീഴ്ചയുള്ളൂ. ബാക്കി നിങ്ങളായി നിങ്ങളെ പാടായി നോണയൊക്കെ നമ്മൾ ഇനി ചറപറ പറഞ്ഞുകൊണ്ടിരിക്കാൻ പോവാണ്. ഒരു വെരിഫിക്കേഷൻ നമ്മൾ നടത്താൻ പോകുന്നില്ല. ഇതാണ് അവസ്ഥ. ഞാൻ സംബന്ധിച്ചിടത്തോളം ഇതേ ഉള്ളൂ. ഇതിലൊന്നും കൂടുതൽ നമുക്കൊന്നും പറയാനില്ല. എന്തായാലും നിർത്താണ്. വാഹിറ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.